ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കൃഷിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരുടെ പ്രയത്നഫലമാണ് വിളഞ്ഞ വയലിലെ കൊയ്ത്ത്. വിളവ് കൊയ്യാൻ ആളെ കിട്ടാതായത് നാടിന്റെ കാർഷിക സംസ്കാരത്തിന്റെ ശോഷണമാണ്. ഒരു കൂട്ടം കൃഷിക്കാരുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി മറുനാടൻ തൊഴിലാളികളും നെല്ല് കൊയ്യാൻ പാടത്തിറങ്ങി. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ആധാരമെഴുത്ത് ഓൺലൈൻ വഴിയാക്കാനുള്ള നീക്കം ഈ മേഖലയെ കോർപ്പറേറ്റുവൽക്കരിക്കുമെന്ന് മേയർ എ.കെ. പ്രേമജം. ABVP-യുടെ 30ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും സെമിനാറും. CPM-ന്റെ അന്ധമായ കോൺഗ്രസ് വിരോധം BJP-ക്കാണ് ഗുണം ചെയ്യുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഭിപ്രായ ഭിന്നതകൾ മറന്ന് മതേതര ചേരിയുടെ വിജയത്തിനായി ഇരുപക്ഷവും ഒന്നിക്കണമെന്നും അദ്ദേഹം. വാർത്തകൾ വിശദമായി. ആധാരമെഴുത്തുകാരുടെ പ്രവർത്തനം ഓൺലൈൻ വഴി നടത്താനുള്ള തീരുമാനം ഈ മേഖലയെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതാണെന്ന് മേയർ എ.കെ. പ്രേമജം. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആധാരം എഴുത്ത് മേഖലയിലെ തൊഴിലാളികളുടെ ഏക സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ മേയർ എ.കെ. പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ആധാരം എഴുത്തുകാരുടെ പ്രവർത്തനം ഓൺലൈൻ വഴി നടത്താനുള്ള തീരുമാനം ഈ മേഖലയെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതാണെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. അവശ്യ വസ്തുക്കൾക്ക് വില കൂടുമ്പോൾ മനുഷ്യജീവന് വിലയില്ലാതാകുന്ന സാമ്പത്തിക നയ പരിപാടികളാണ് ഇന്ന് നടപ്പിലാക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒരുവക എല്ലാ അവശ്യ വസ്തുക്കൾക്കും വില കൂടുമ്പോൾ മനുഷ്യജീവന് മാത്രം വിലയില്ലാതാവുന്ന ഒരു സാമ്പത്തിക നയപരിപാടി, ഈ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ നയപരിപാടിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും വലിയ ലക്ഷക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ കയ്യിലേക്കായിരിക്കും ആ സംവിധാനം മുഴുവൻ വരുന്നത്. സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് എം.കെ. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഇന്ദു കലാധരൻ, സെക്രട്ടറി കെ. ബാലൻ, ജനറൽ സെക്രട്ടറി എസ്. കൃഷ്ണസ്വാമി പിള്ള, ജില്ലാ സെക്രട്ടറി ഇ. രാജഗോപാലൻ, വി.കെ. വിശ്വനാഥൻ, കെ.കെ. റഫീഖ്, പി.പി. വിജയൻ, സുരേഷ് ബാബു, സതീശൻ, നസീർ അഹമ്മദ്, കെ. സുനിൽകുമാർ, കെ. സിനി, കൃഷ്ണദാസ് എന്നിവർ സംബന്ധിച്ചു. CPM-ന്റെ അന്ധമായ കോൺഗ്രസ് വിരോധം BJP-ക്കാണ് ഗുണം ചെയ്യുകയെന്ന് ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല. അഭിപ്രായ ഭിന്നതകൾ മാറ്റി മതേതര ചേരിയുടെ വിജയത്തിന് ഇടതുപക്ഷവും പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാനാണ് BJP-യും സംഘപരിവാറും ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതേതരത്വ ചേരിയും വർഗീയ ശക്തികളും തമ്മിലാണ് പോരാട്ടം. ദേശീയ തലത്തിൽ പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ട മൂന്നാം മുന്നണിയുമായി നടക്കുകയാണ് ഇടതു പാർട്ടികൾ. അന്ധമായ കോൺഗ്രസ് വിരോധമാണ് മാർക്സിസ്റ്റുകളെ ഇപ്പോഴും നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDF-ലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായി ചർച്ച നടത്തും. CMP-യിലെ പിളർപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനുവരി 21-ന് നടക്കുന്ന UDF യോഗം ചർച്ച ചെയ്യുമെന്നും ചെന്നിത്തല വെളിപ്പെടുത്തി. നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതിയുടെ ഭാഗമായി 6 ജില്ലകളിൽ പുതിയ വനിതാ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. പുതുതായി 1000 വനിതാ പോലീസിനെയും 250 SI-മാരെയും നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്.
ജില്ല മുഴുവൻ അധികാരപരിധി നിശ്ചയിച്ചാണ് വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ചക്കിട്ടപ്പാറയിലെ ഇരുമ്പയിര് ഖനനത്തിന്റെ വിജിലൻസ് അന്വേഷണത്തിന് CP വെങ്കിടേഷിനെ ചുമതലപ്പെടുത്തിയതായും സംസ്ഥാനത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം ഗൌരവമായി കാണുന്നതായും ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ന്യായീകരിച്ച കേന്ദ്രമന്ത്രി ജയറാം രമേശിനോട് യോജിപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AV ഷെറിൻ സ്വാഗതം പറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന സോളാർ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടു. ഏറ്റവും അവസാനം ഗ്യാസിന്റെ സബ്സിഡി ഉള്ള ഗ്യാസ് 12 ഉയർത്തിയ സിലിണ്ടർ 12 ഉയർത്തിയത് അവരുടെ സമരം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളുന്ന പിണറായി വിജയനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇവർ ചെയ്ത സമരമാണ് ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇങ്ങനെ നിലപാടെടുപ്പിച്ചതെന്ന് പറയുന്നതിലുള്ള പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അങ്ങനെ ഒരു സമരം അവസാനിപ്പിക്കാൻ അവസരം അവർക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലേ ആ പാവങ്ങൾ കഷ്ടപ്പെട്ടു പോയി. ABVPയുടെ 30ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് വെച്ച് ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ നടക്കും. ABVP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിജി ബോയിക്കർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് 31 നഗരത്തിൽ വിദ്യാർത്ഥി റാലിയും നടക്കും. മുതലക്കുളം മൈതാനിയിലാണ് ABVPയുടെ 30ാം സംസ്ഥാന സമ്മേളനം നടക്കുക. പ്രതിനിധി സമ്മേളനം നടക്കുന്ന സ്നേഹാഞ്ജലി ഓഡിറ്റോറിയ പരിസരത്ത് ABVP സംസ്ഥാന പ്രസിഡന്റ് CK രാഗേഷ് മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി BR അരുൺ എന്നിവർ ചേർന്ന് പതാക ഉയർത്തുന്നതോടെ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും. സരോവരം പാർക്കിന് സമീപത്തു നിന്നും വിദ്യാർത്ഥി റാലി ആരംഭിച്ച് മുതലക്കുളത്ത് സമാപിക്കും. ഫെബ്രുവരി 1 സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം, വിദ്യാഭ്യാസ സെമിനാർ എന്നിവയും നടക്കും. മുതലക്കുളം മൈതാനിയിൽ ABVP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ഹരിജി ബോരിക്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കല്യാൺ പൊക്കുടൻ, ശോഭീന്ദ്രൻ മാസ്റ്റർ, കുമ്മനം രാജശേഖരൻ, ശ്രീരാമൻ കൊയ്യോൻ, വിലയോടി വേണുഗോപാൽ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കൊയിലാണ്ടി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മീഡിയ ക്ലബ്ബ് തയ്യാറാക്കിയ ഫ്രക്സ്പ്രഷൻ പത്രം പുറത്തിറക്കി. കഥാകൃത്ത് UK കുമാരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കൊയിലാണ്ടി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മീഡിയ ക്ലബ്ബ് തയ്യാറാക്കിയ ഫ്രക്സ്പ്രഷൻ പത്രത്തിന്റെ പ്രകാശന കർമ്മം നടന്നു. കഥാകൃത്ത് UK കുമാരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രിൻസിപ്പൽ P വത്സല ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വാർത്തയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇതിന്റെ കാരണം അറിയുവാനുള്ള നമ്മുടെ സഹജമായ വാസനയാണ്. എന്തിനെക്കുറിച്ചും അറിയുവാൻ നമ്മൾ ഏറെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ് വാർത്ത. ഈ വാർത്ത എന്ന് പറയുമ്പോഴേ സമീപകാലത്ത് ഉണ്ടാകുന്ന കാര്യമല്ല, നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ജേർണലിസം വിദ്യാർത്ഥികൾ വാർത്ത എന്നുള്ള നിർവചന വാക്ക് ഞാൻ ആദ്യമായി വായിക്കുന്നത് മഹാഭാരതത്തിലാണ്. PTA പ്രസിഡന്റ് UK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MG ബൽരാജ്, മനോജ് KV, രാമചന്ദ്രൻ, ഭവാനി ടീച്ചർ, S സുഭാഷ് കുമാർ, ലിന്ദുപ്, ഹരികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. പട്ടികജാതിക്കാരായ ഗോപാലൻ, പ്രഭാവതി ദമ്പതിമാരുടെ 6 സെന്റ് സ്ഥലം തട്ടിയെടുത്ത് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചവർക്കെതിരെ അട്രോസിറ്റീസ് നിയമം മൂലം കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പട്ടികജാതി വർഗ ഐക്യവേദി ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പട്ടികജാതിക്കാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി പുത്തൂർവട്ടം തുരുത്തേട് താമസിക്കുന്ന പട്ടികജാതിക്കാരായ ഗോപാലൻ, പ്രഭാവതി ദമ്പതിമാരുടെ 6 സെന്റ് സ്ഥലമാണ് ചെക്കോട്ടി സുബ്രൻ എന്ന സുബ്രഹ്മണ്യൻ വ്യാജ പ്രമാണം ചെയ്ത് തട്ടിയെടുത്തത്. രാമനാട്ടുകര നിവാസികളായ ഷാഫി, റഹ്മത്ത് ബീവി എന്നിവർക്ക് ഈ ഭൂമി വിൽക്കുകയും ചെയ്തു. വീട് പണിയാനായി പുരയിടത്തിലെ മണ്ണും മരങ്ങളും നല്ല വിലയ്ക്ക് വിറ്റു. തങ്ങൾ അറിയാതെ ഭൂമിയിൽ കയ്യേറ്റം നടത്തി താമസിക്കുന്നവർക്കെതിരെ പ്രതിഷേധിച്ച ഗോപാലനെയും പ്രഭാവതിയെയും ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. അനധികൃത കയ്യേറ്റം നടത്തിയ ഷാഫിയും റഹ്മത്ത് ബീവിയും ഗുണ്ടകളും ചേർന്ന് സ്ഥിരമായി ഇവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് പട്ടികജാതി വർഗ ഐക്യവേദി ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ പറഞ്ഞു. ഇവരുടെ 6 സെന്റ് ഭൂമി ഗൂഢാലോചന നടത്തി വ്യാജ പ്രമാണം ചമച്ച് തട്ടിയെടുത്ത ചെക്കോട്ടി സുബ്രഹ്മണ്യനും ആധാരം നിർമ്മിച്ച എഴുത്തുകാരനും പ്രമാണമാക്കി കൊടുത്ത സബ് രജിസ്ട്രാർ ഓഫീസർക്കും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചവർക്കുമെതിരെ 1989 പട്ടികജാതി വർഗ പീഡന കരുതൽ തടങ്കൽ നിയമമനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഗോപാലന്റെയും പ്രഭാതിയുടെയും സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും പട്ടികജാതി ഐക്യവേദി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചിത്രകലയും ചലച്ചിത്രവും തമ്മിലുള്ള ബന്ധത്തിനെ ആസ്വാദകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് കേരളത്തിലെ ഒരു കൂട്ടം ചിത്രകാരന്മാർ.
അക്കാദമി ആർട്ട് ഗാലറിയിൽ അല ഒരുക്കിയ ചിത്ര പ്രദർശനത്തിലാണ് ചിത്രകാരന്മാരുടെ വർണ്ണങ്ങൾ പുതിയ കാൻവാസിൽ തീർത്തിരിക്കുന്നത്. പ്രദർശനം 19-ന് സമാപിക്കും. ചിത്രകലയും ചലച്ചിത്രവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിനെ കാണികൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് അല ഒരുക്കുന്ന ചിത്ര പ്രദർശനത്തിന് അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. കേരളത്തിലെ ചിത്രകാരന്മാരായ ഫ്രാൻസിസ് കോടംകണ്ടത്ത്, ജയറാം ചിത്രപ്പറ്റ, പോൾ കല്ലാനോട്, സി ലിസി, മനീഷ, JR പ്രസാദ്, പ്രവീൺ ചന്ദ്രൻ മൂടാടി, രാജേഷ് കെ എടച്ചേരി, സന്തോഷ് നിലമ്പൂർ, സുചിത്ര, ഇ സുധാകരൻ, കെ സുധീഷ്, പി ശ്രീകുമാർ, സീറോ ബാബു എന്നിവരുടെ പുതിയ ചിത്രരചനകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളിൽ ചിത്രകാരന്മാരുടെ ശൈലികളും അവരുടെ മനസ്സിലെ വർണ്ണങ്ങളുമാണ് ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നത്. ചിത്രം ഒരു നിമിഷത്തെ ഇമേജിനെ പ്രാഥമികമായി ആവിഷ്കരിക്കുന്നതെങ്കിൽ ചലച്ചിത്രം അത്തരം നിരവധി ഇമേജുകളെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്പിലെ ഫ്യൂച്ചറിസവും ക്യൂബിസവും ക്യാൻവാസിൽ ഇമേജുകളെ ചലനാത്മകമായി സന്നിവേശിപ്പിക്കാൻ ശ്രമം നടത്തി. എന്നാൽ അലക്സാണ്ടർ സോക്കുറോവ്, തർക്കോസ്കി, സത്യജിത് റോയ് തുടങ്ങിയ ചലച്ചിത്രകാരന്മാർ ഓരോ ഷോട്ടുകളും പെയിന്റിങ്ങുകളാക്കാൻ ശ്രമിച്ചവരും. ഈ ചരിത്ര കഥകളെയെല്ലാം പറയുന്നതാണ് പ്രദർശനത്തിലെ 18ഓളം ചിത്രങ്ങൾ. ചിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി ലോക പ്രശസ്ത ചിത്രകാരന്മാരെ കുറിച്ചുള്ള ചലച്ചിത്ര പ്രദർശനവും 21-ന് ആർട്ട് ഗാലറി നടത്തുന്നുണ്ട്. പ്രദർശനം 23 വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Gold and Diamonds. ജെമിനി സർക്കസ്, കോഴിക്കോട് മിനി ബൈപ്പാസ്, സപ്തഗിരിയിൽ ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ്, കോഴിക്കോട് മിനി ബൈപ്പാസ്, സപ്തഗിരിയിൽ. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. വിദേശ അലങ്കാര മത്സ്യ പ്രദർശനവും റോസാപ്പൂമേളയും കോഴിക്കോട്ട് ആരംഭിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ കോൺട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദർശനം ജനുവരി 20 മുതൽ 29 വരെ നീണ്ടു നിൽക്കും. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ശുദ്ധജല തടാകങ്ങളിൽ വസിക്കുന്ന നൂറുകണക്കിന് അലങ്കാര മത്സ്യങ്ങൾ, വിവിധയിനം റോസാപ്പൂക്കൾ, പേർഷ്യൻ പൂച്ചകൾ, ആഫ്രിക്കൻ തത്തകൾ, വിദേശ പ്രാവുകൾ, അലങ്കാര കോഴികൾ, വളർത്തുമുയലുകൾ, പച്ചക്കറി വിത്തുകൾ, അടുക്കള ഉപകരണങ്ങൾ, ആദിവാസി പച്ചമരുന്നുകൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് കോഴിക്കോട്ട് ആരംഭിച്ചിരിക്കുന്നത്. ജനുവരി 20 മുതൽ കോഴിക്കോട് മാനാഞ്ചിറ കോൺട്രസ്റ്റ് ഗ്രൗണ്ടിലാണ് പ്രദർശനം നടക്കുന്നത്. 29 വരെ നീണ്ടുനിൽക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 10 രൂപ മുതൽ 20 ലക്ഷം രൂപ വില വരുന്ന അലങ്കാര മത്സ്യങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശനം 20 രൂപ ടിക്കറ്റ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവുകളുമുണ്ട്. കോഴിക്കോട് കോട്ടുളി ഹോം ഓഫ് ലവ് അനാഥാലയത്തിലെ അന്തേവാസി ഏലിയാമ്മ വിദേശ അലങ്കാര മത്സ്യ പ്രദർശനവും റോസാപ്പൂ മേളയും ഉദ്ഘാടനം ചെയ്തു. ഫിലിം സിറ്റി മാസിക ടെലിവിഷൻ അവാർഡുകൾ വിതരണം ചെയ്തു. മികച്ച നടി രേഖയും മികച്ച നടൻ അമിത് ഉൾപ്പെടെ 25 അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഫിലിം സിറ്റി മാസികയുടെ ടെലിവിഷൻ അവാർഡ് ഗുജറാത്തി ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് നൽകി. അവാർഡ് നൈറ്റ് പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫിലിം സിറ്റി മാസിക ചീഫ് എഡിറ്റർ PV നവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ജൂറി ചെയർമാൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി, ജോളി കോടഞ്ചേരി, കലാസംവിധായകൻ മുരളി ബേപ്പൂർ, ജില്ലാ വാർത്താ എഡിറ്റർ BV സഞ്ജീവ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. PR നാഥൻ, സംവിധായകൻ PK രാധാകൃഷ്ണൻ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. കുങ്കുമപ്പൂവിലെ അഭിനയത്തിന് അമിത്തും പരസ്പരത്തിലെ അഭിനയത്തിന് രേഖയും മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങി. അനീഷ് രവി, അനു ജോസഫ്, സർജുലൻ, സബിരാജ്, ലക്ഷ്മി സനൻ, അഞ്ജന, ആകാശ്, ഞക്കാട് രാജ്, വിജി, ഷൈജു, വിനു, അജയ് തുണ്ടത്തിൽ, പ്രാദേശിക ചാനൽ വിഭാഗത്തിൽ ACV റിപ്പോർട്ടർ ഷിജിത്ത്, KCL ബ്യൂറോ ചീഫ് രാജേഷ് മാങ്കവ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി.
അവാർഡ് വിതരണത്തോടൊപ്പം ശ്രീകാന്ത് കൃഷ്ണ, ലിജേഷ് ഫറോക്ക് ടീമിന്റെ ഗാനമേളയും അനു ജോസഫ്, അനീഷ് രവി എന്നിവരുടെ കോമഡി സ്കിറ്റും, ഷൈജു വിജി ടീമിന്റെ കോമഡി പരിപാടിയും, ഇടവേള റാഫിയുടെ മിമിക്രിയും, സ്കോർപിയോൺ കൊയിലാണ്ടിയുടെ സിനിമാറ്റിക് ഡാൻസുകളും സ്റ്റേജിൽ അരങ്ങേറി. തുക അടയ്ക്കാൻ കോസ്റ്റ് ഗാർഡ് കാലാവധി നൽകിയതോടെ ബേപ്പൂർ തുറമുഖത്ത് കുടുങ്ങിക്കിടന്ന MSV മിസിയ ഒരു ലക്ഷദ്വീപിലേക്ക് പുറപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 11-നാണ് ഭക്ഷ്യവസ്തുക്കളും നിർമ്മാണ വസ്തുക്കളുമടക്കം 200 ടൺ ചരക്കുമായി ഒരു മിനിക്കോയ് ദ്വീപിലേക്ക് പോയത്. യന്ത്രത്തകരാർ മൂലം കഴിഞ്ഞ 10-ന് നടുക്കടലിൽ കുടുങ്ങിയ ഉരുവും 8 തൊഴിലാളികളെയും കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചിരുന്നു. എന്നാൽ ഉരു കെട്ടിവലിച്ച് തുറമുഖത്തെത്തിച്ചതിന് 4.13 ലക്ഷം രൂപ അടയ്ക്കാൻ കോസ്റ്റ് ഗാർഡ് നിർദ്ദേശിക്കുകയുണ്ടായി. തുക ഒന്നിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് മിസിയ ഉരുവിന്റെ യാത്ര അനിശ്ചിതത്വത്തിലായിരുന്നു. തൂത്തുക്കുടി സ്വദേശിയായ ഉടമ രാജു ഐസും ബേപ്പൂരിലെ ഏജന്റ് A സുദർശനം നൽകിയ നിവേദനത്തെ തുടർന്ന് തുക അടയ്ക്കാൻ കോസ്റ്റ് ഗാർഡ് 3 മാസം സമയം അനുവദിച്ചു. 8-ന് രാവിലെയായിരുന്നു മിസിയ ഒരു മിനിക്കോയ് ദ്വീപിലേക്ക് പോയത്. യാത്രക്കിടെ ബേപ്പൂരിന് 90 നോട്ടിക്കൽ മൈൽ അകലെ 9-ന് രാത്രിയാണ് എഞ്ചിൻ തകരാറായത്. നിയന്ത്രണമില്ലാതെ കടലിൽ ഒഴുകുകയായിരുന്ന ഉരുവിലെ തൊഴിലാളികൾ വയർലെസ് മുഖേന അതുവഴി വന്ന കോസ്റ്റ് ഗാർഡിന്റെ അഭീക് കപ്പലുകാരോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. തൊഴിലാളികളെ സുരക്ഷിതരാക്കിയ അഭീക് കപ്പലുകാർ കേടായ ഉരു കെട്ടിവലിച്ച് ബേപ്പൂർ പുറംകടലിലെത്തിച്ചു. തൂത്തുക്കുടി പരശക്തി സ്ട്രീറ്റിൽ മരിയത്തമ്മ വിൽഫ്രഡ് മൈക്കിൾ മിൽട്ടൺ, തായ്ലാന്റ് വൈ സഹറാസി മിൽട്ടൺ, സൂസൈ ഫെർണാണ്ടോ, സാൻസിയാലൻ ആന്റണി ജോസഫ്, മൈക്കിൾ, മറിയ ഹിന്ദീഗ, തൊമ്മൈ എന്നിവരായിരുന്നു തൊഴിലാളികൾ. തെരുവോരം മുഴുവൻ മറുനാടൻ തൊഴിലാളികൾ കൈയടക്കിയതാണ് പല അങ്ങാടികളിലെയും പ്രഭാത കാഴ്ച. കെട്ടിട നിർമ്മാണവും ഹോട്ടൽ സേവനവും പോലുള്ള തൊഴിലുകളിൽ മാത്രമാണ് അവരുടെ സാന്നിധ്യമെന്ന് ആശ്വസിക്കാൻ വരട്ടെ. ഫറൂഖ് മല്ലൂർ പുനക്കഴിപ്പാടത്ത് വിളവെടുപ്പിനിറങ്ങിയത് ഇത്തവണ മറുനാടൻ തൊഴിലാളികൾ. നെൽവയലുകളെയും കൃഷിയെയും എന്ന പോലെ കൊയ്ത്തുകാർക്കും ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മലയാളി കർഷകരുടെ ഉപജീവന മാർഗവും അതേപോലെ ഉത്സവമായിരുന്നു കൊയ്ത്ത്. കൃഷിയും കൊയ്ത്തുകാരും അന്യം നിന്നു പോകുന്നതിന് ഉദാഹരണമാണ് ഫറൂഖ് മല്ലൂർ പുനക്കഴിപ്പാടത്ത് നടന്ന കൊയ്ത്ത്. പുനക്കഴിപ്പാടം ദീപ ആർട്സ് ക്ലബിന് സമീപം 3 പേർ ചേർന്ന് നടത്തിയ നെൽകൃഷിയാണ് കൊയ്യാൻ ആളില്ലാതായതോടെ പുറത്തുനിന്നും ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് മലയാളിയുടെ ദൈന്യത വെളിപ്പെടുത്തിയത്. കൃഷിയോടുള്ള താൽപര്യമാണ് ഗണേശൻ കുറിയെടുത്ത്, മോഹനൻ മലയിൽ, വേലായുധൻ നേർക്കഴി എന്നിവരെ നെൽപ്പാടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യിച്ചത്. എന്നാൽ നെല്ല് കൊയ്യാൻ സമയമെത്തിയതോടെയാണ് കൊയ്ത്തുകാരില്ലാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ ഇവർ 3 പേരുടെ നേതൃത്വത്തിൽ ഹിന്ദിക്കാരുടെയും സ്ത്രീകളുടെയും സഹകരണത്തോടെയാണ് കൊയ്ത്ത് നടത്തിയത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ കൃഷി നടത്തിയത്. എന്നാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടി കൊയ്ത്തു സമയത്തെന്ന് കൃഷി നടത്തിയവർ പറഞ്ഞു. കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 13 മുതൽ 19 വരെ നടക്കുന്ന സോമയാഗത്തിന് മുന്നോടിയായി കാരപ്പറമ്പിൽ അഗ്നിഹോത്രം നടത്തി. രാവിലെ 8-ന് പവിത്രമംഗല്യ ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഒട്ടേറെ പേർ വൈദിക ആചാരത്തിൽ പങ്കാളികളായി. വിവിധ തരത്തിലുള്ള യാഥാസ്ഥിതികത്വങ്ങൾ സമൂഹത്തിൽ പിടിമുറുക്കുന്ന കാലത്ത് ലോകക്ഷേമത്തിനായി നടത്തപ്പെടുന്ന വൈദികാചാരമായ സോമയാഗത്തിന് ഫെബ്രുവരി 13 മുതൽ 19 വരെ കോഴിക്കോട് സാക്ഷ്യം വഹിക്കും. ലോകത്തെമ്പാടും നിന്നുമുള്ള 10 ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് കരുതുന്നു. കശ്യപ വേദിക് റിസർച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ സോമയാഗം മലബാറിൽ ആദ്യത്തേതാണ്. സോമയാഗത്തിന് മുന്നോടിയായി കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന അഗ്നിഹോത്രത്തിൽ 1008 ഹവനകുണ്ടങ്ങളാണ് ഒരുക്കിയിരുന്നതെങ്കിലും 1500-ലധികം ആളുകൾ പങ്കെടുത്തെന്ന് ഫൗണ്ടേഷൻ സ്ഥാപകൻ ആചാര്യ MR രാജേഷ് അറിയിച്ചു. തൈത്തരീയ ആരണ്യകത്തിനൊപ്പം ആശ്വലായന ഗൃഹ്യസൂത്രം, പാരസ്കര ഗൃഹ്യസൂത്രം, ഗോപില ഗൃഹ്യസൂത്രം എന്നീ വൈദിക ഗ്രന്ഥങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അഗ്നിഹോത്രം. ഋഗ്വേദത്തിലെ സംഘടനാ സൂക്തം, യജുർവേദത്തിലെ ഭാഗ്യസൂക്തം, പുണ്യാഹവാചനം, സ്വസ്തിവാചനം, ശാന്തീകരണം തുടങ്ങിയ മന്ത്രഭാഗങ്ങൾ യജ്ഞത്തിൽ വിനിയോഗിച്ചു. രാവിലെ 8-ന് പവിത്രമംഗല്യ ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 2.5 മണിക്കൂർ നീണ്ട അഗ്നിഹോത്രത്തിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തിർ വിശ്വേ ദേവാ ശാന്തിർ ബ്രഹ്മ ശാന്തി സർവം ശാന്തി. സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം കോഴിക്കോട്ട് അടുത്ത മാസം തുടങ്ങുമെന്ന് മന്ത്രി PK അബ്ദുറബ്ബ്. ഫാറൂഖ് കോളേജ്, ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ IDMI ബ്ലോക്കിന്റെയും തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്കായി കോഴിക്കോട് പ്രത്യേക പരിശീലന കേന്ദ്രം തുടങ്ങുമെന്ന് മന്ത്രി പി.കെ. അബ്ദുറബ്ബ് പറഞ്ഞു. വെസ്റ്റ് ഹില്ലിൽ തുടങ്ങുന്ന കേന്ദ്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും അടുത്ത മാസം ആദ്യത്തോടെ ഉദ്ഘാടനം ചെയ്യുമെന്നും ഫാറൂഖ് കോളേജ് ഫാറൂഖ് HSSൽ IDMI ബ്ലോക്കിന്റെയും തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. റൌസത്തുൽ ഉലൂം അസോസിയേഷൻ പ്രസിഡന്റ് KV കുഞ്ഞഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു. അസാബ് പദ്ധതി എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ വിഭാവനം ചെയ്ത എഡ്യൂകെയർ പദ്ധതി മാനേജർ KA ഹസൻകുട്ടിയും വെളിച്ചം പദ്ധതി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CP കുഞ്ഞുമുഹമ്മദും സമർപ്പിച്ചു. പ്രധാനാധ്യാപകൻ K. കോയ മന്ത്രിക്ക് ഉപഹാരം സമർപ്പിച്ചു. പ്രിൻസിപ്പൽ KP കുഞ്ഞഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാമനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസക്കോയ, PTA പ്രസിഡന്റ് KMA ലത്തീഫ്, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ A. കുട്ടിയാലിക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി K. കുഞ്ഞലവി എന്നിവർ സംബന്ധിച്ചു. വെളിച്ചം പദ്ധതി വയറിംഗ് കിറ്റും എഡ്യൂകെയർ പദ്ധതി ധനസഹായ വിതരണവും ഇതോടൊപ്പം നടന്നു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style, latest type fashion, lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാമൂഹിക ബോധവും ഉത്തരവാദിത്തമുള്ളവരുമായി കുട്ടികൾ വളർന്നു വരണമെന്ന് മന്ത്രി പി.കെ. അബ്ദുറബ്ബ്. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റും ഊട്ടുപുരയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളെ തിന്മയിൽ നിന്ന് നന്മയുടെ ഭാഗത്തെത്തിക്കാൻ SPC യൂണിറ്റ് അംഗങ്ങൾക്ക് കഴിയുമെന്ന് മന്ത്രി പി.കെ. അബ്ദുറബ്ബ് പറഞ്ഞു. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാമൂഹിക ബോധവും ഉത്തരവാദിത്തവുമുള്ളവരായി കുട്ടികൾ വളരണമെന്ന് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റും ഊട്ടുപുരയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്ത എളമരം കരീം MLA അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക V. ജീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ അവാർഡ് ജേതാക്കൾക്കും മത്സര വിജയികൾക്കും മന്ത്രി ഉപഹാരങ്ങൾ സമർപ്പിച്ചു. കൌൺസിലർ P. ജലജ, പ്രിൻസിപ്പൽ PJ ലൂസി, SPD നോഡൽ ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ C. അരവിന്ദാക്ഷൻ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ VK മോഹനൻ, BPO K. ശിവരാജൻ, ചെറുവണ്ണൂർ CIP ചന്ദ്രമോഹൻ, PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, MPTA അധ്യക്ഷ T. പത്മിനി, K. രാജീവ്, TK അബ്ദുൽ ഗഫൂർ, P. ബഷീർ, N. സതീശൻ, K. വിശ്വനാഥൻ, KP ഹുസൈൻ കോയ, MV മുഹമ്മദ് ഷിയാസ്, V. അബ്ബാസ്, T. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. അനിത് സദാനന്ദ് മുംബൈ അവതരിപ്പിച്ച ഗസൽ മേളയും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് ഒരുമയോടെ പ്രവർത്തിക്കണമെന്ന സന്ദേശമുയർത്തി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ ബോധനയാത്രയ്ക്ക് ഉജ്ജ്വലമായ പരിസമാപ്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് പ്രവർത്തകരുടെ പ്രകടനത്തോടെ കടപ്പുറത്താണ് യാത്ര സമാപിച്ചത്. മുസ്ലിം ലീഗ് ബോധനയാത്രയുടെ സമാപന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. നിർണായകമായ ഒരവസ്ഥയാണ് രാജ്യം ഇപ്പോൾ നേരിടുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാജ്യത്തെ ശിഥിലമാക്കാൻ തക്കം പാർത്തിരിക്കുന്ന നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഗുജറാത്തിന്റെ വികസനം പറഞ്ഞാണ് ഒരു വിഭാഗം മോദിക്കായി പ്രചാരണം നടത്തുന്നത്. ഗുജറാത്തിൽ ഒരു വികസനവും ഇല്ലെന്നതാണ് വസ്തുത. മുതലാളിമാർ മാത്രമാണ് മോദി ഭരണത്തിൽ അവിടെ വളർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ P.K. ബാവ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സഹമന്ത്രി E. അഹമ്മദ്, മന്ത്രി ഡോക്ടർ M.K. മുനീർ, MP മാരായ E.T. മുഹമ്മദ് ബഷീർ, M.K. രാഘവൻ MP, MLA മാരായ MP അബ്ദുസമദ് സമദാനി, C. മോയിൻകുട്ടി, VM ഉമ്മർ മാസ്റ്റർ, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്, സെക്രട്ടറി MC മായിൻ ഹാജി, ഉമ്മർ പാണ്ഡികശാല, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത്, PMA സലാം, CK സുബൈർ, MA റസാഖ് മാസ്റ്റർ, CP ചെറിയ മുഹമ്മദ്, PK ഫിറോസ് എന്നിവർ സംബന്ധിച്ചു.
കരുവൻതുരുത്തി സ്പെക്കം കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ആപ്കോ ഗ്രൂപ്പ് ചെയർമാൻ AP അബ്ദുൽ കരീം ഹാജി നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ പ്രാവീണ്യം നേടിയവരെ അനുമോദിക്കലും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ മദ്രസ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാബുകളും ലൈബ്രറിയും നിർമ്മിച്ചത്. സ്പെക്കം കമ്പ്യൂട്ടർ ലൈബ്രറി സയൻസ് ലാബ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കരുവൻതുരുത്തി പന്തിരിക്കാട് റിയാളൂർ ജിനാസ് മദ്രസയിൽ വെച്ച് നടന്നു. അഞ്ജുമൻ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പദവിയിൽ 20 വർഷം സേവനം അനുഷ്ഠിച്ച BP കുഞ്ഞിക്കോയ ഹാജി, ഇന്ത്യയിലും വിദേശത്തുമായി സമസ്ത നടത്തിയ പൊതുപരീക്ഷയിൽ 8ാം റാങ്ക് കരസ്ഥമാക്കിയ സർവ P, തിരൂരങ്ങാട് PSCMO കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം കിട്ടിയ PM അജ്മൽ, MBBS പ്രവേശനം കിട്ടിയ K സൈഫുന്നീസ, P സോന, P അമൃത എന്നിവരെ അനുമോദിക്കലും ഉപഹാരങ്ങൾ സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ ആപ്കോ ഗ്രൂപ്പ് ചെയർമാൻ AP അബ്ദുൽ കരീം ഹാജി നിർവഹിച്ചു. മദ്രസ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റാസിഖ് യമാനി അധ്യക്ഷത വഹിച്ചു. മദ്രസ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KM ഹനീഫ, മദ്രസ കമ്മിറ്റി സെക്രട്ടറി മാലിക് യാസിൻ എന്നിവർ സംബന്ധിച്ചു. ഇനി ഉത്സവ വാർത്തകൾ. ബേപ്പൂർ വെസ്റ്റ് BC റോഡ് കുനിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവങ്ങൾക്ക് സമാപനമായി. ജനുവരി 17 മുതൽ 19 വരെയുള്ള തീയതികളിലായാണ് ക്ഷേത്രോത്സവം നടന്നത്. ക്ഷേത്രതന്ത്രി മണ്ണൂർ ബ്രഹ്മശ്രീ സുകുമാരശാസ്ത്രികളുടെ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടന്നു. ഗണപതി ഹോമം, ദീപാരാധനയും ആഘോഷപരവും ശിങ്കാരിമേളവും സന്ധ്യാവേലയും കർമ്മങ്ങളും ഉഷപൂജ, കലശം വരവ്, പ്രസാദഊട്ട്, ഗുരുദേവൻ, മലങ്കാളി, നാഗകാളി, രക്തേശ്വരി, കരിങ്കുട്ടി വെള്ളാട്ടുകൾ, തായമ്പക, വെള്ളരിവയ്ക്കൽ, താലപ്പൊലി, ഭഗവതി തിറയാട്ടം, മലങ്കാരിത്തിറ, പറക്കുട്ടിത്തിറ, കരിങ്കുട്ടിത്തിറ എന്നിവയുമുണ്ടായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നിർമ്മാണ മേഖലയെ വ്യവസായമായി പരിഗണിക്കുക, വിലക്കയറ്റം തടയുക, നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് CCOയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിർമ്മാണ ബന്ദിൽ അനുഭാവം പ്രകടിപ്പിച്ച് ജനുവരി 22-ന് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ബന്ധം ജില്ലാ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണയും സംഘടിപ്പിക്കുമെന്ന് PBCA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാനാഞ്ചിറ കലാകൃതി നോർത്ത് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് എംപോറിയത്തിൽ ഗണേശ വിഗ്രഹങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ജനുവരി 20-ന് ആരംഭിക്കും. 70 രൂപ മുതൽ 32,000 രൂപ വരെയുള്ള ഗണേശ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് മാനേജർ T. ഷീജ പറഞ്ഞു. എല്ലാ വിഗ്രഹങ്ങൾക്കും 10% ഡിസ്കൌണ്ടും ലഭ്യമാണ്. പ്രദർശനം വിൽപ്പനയും ജനുവരി 31-ന് സമാപിക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മലബാറിലെ നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ശില്പശാല നടത്തുന്നു. ജനുവരി 22-ന് ഇന്നൊവേഷൻ ലെഡ് ആൻഡ് ടെക്നോളജി ഇന്റൻസീവ് എന്റർപ്രണർഷിപ്പ് ദ വേ അഹെഡ് ഫോർ കേരള എന്ന വിഷയത്തിൽ ഹോട്ടൽ താജ് ഗേറ്റ്വേയിൽ നടക്കുന്ന ശില്പശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്യും. ചെറുകിട വ്യവസായി അസോസിയേഷനുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സൽ ആർട്സിന്റെ 55ാമത് അഖിലേന്ത്യാ ബാല ചിത്രരചനാ മത്സരം വർണ്ണോത്സവം 2014 ഫെബ്രുവരി 8-ന് ശനിയാഴ്ച കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ നടക്കും. 3 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. പ്രവേശന ഫീസോ മുൻകൂട്ടിയുള്ള രജിസ്ട്രേഷനോ ഇല്ല. മത്സരം രാവിലെ 9 മണിക്ക് ആരംഭിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. മർമ്മസൂത്രം പാരമ്പര്യ സിദ്ധ മർമ്മ വൈദ്യശാലയുടെ നേതൃത്വത്തിൽ ഗവേഷണ പഠനങ്ങളുടെ ഭാഗമായി വാദം, ആധുനിക ജീവിത രീതികളും വാതരോഗവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. ജനുവരി 25-ന് ശനിയാഴ്ച AK ശശീന്ദ്രൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഡോക്ടർമാരും പാരമ്പര്യ വൈദ്യന്മാരും പ്രഭാഷണം നടത്തും. അറിയിപ്പുകൾ. ജനുവരി 22 ബുധനാഴ്ച നടത്താനിരുന്ന കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് CITU യൂണിയൻ ജില്ലാ സമ്മേളനം മാറ്റിവച്ചിരിക്കുന്നതായി കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധാരമെഴുത്ത് ഓൺലൈൻ വഴിയാക്കാനുള്ള നീക്കം ഈ മേഖലയെ കോർപ്പറേറ്റുവൽക്കരിക്കുമെന്ന് മേയർ AK പ്രേമജ. ABVPയുടെ 30ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും സെമിനാറും. CPMന്റെ അന്ധമായ കോൺഗ്രസ് വിരോധം BJPക്കാണ് ഗുണം ചെയ്യുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഭിപ്രായ ഭിന്നതകൾ മറന്ന് മതേതര ചേരിയുടെ വിജയത്തിനായി ഇരുപക്ഷവും ഒന്നിക്കണമെന്നും അദ്ദേഹം.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.